എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാമുവൽ സൈമൺ. നെതർലൻഡ്സിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ഗീഥോണിലേക്ക് സ്വാഗതം. ഇത് ഒരു അത്ഭുത ലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്ന അനുഭവം നൽകുന്നത്ര മനോഹരമായ ഒരിടമാണ്. നെതർലൻഡ്സിൻ്റെ ഹൃദയഭാഗത്ത് ഒതുങ്ങിക്കൂടുന്ന ഈ ഗ്രാമം മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഗീഥോൺ എന്ന പേര് വന്നത് വലിയ കൊമ്പ് എന്നതിൽ നിന്നാണ്. ഇത് ഈ സ്ഥലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ധാരാളം പറയുന്നു. 1230 വർഷമാണ് ഈ ഗ്രാമം സ്ഥാപിതമായത്. മെഡിറ്ററേനിയൻ അഭയാർത്ഥികളായ ആദ്യ താമസക്കാർ ചെളിയിൽ കുഴിച്ചിട്ട ആട്ടിൻ കൊമ്പുകൾ കണ്ടെത്തി. ഇപ്പോൾ ആട്ടിൻ കൊമ്പുകൾ കാണാൻ കഴിയില്ലെങ്കിലും പഴയ കോട്ടേജുകളും പുരാതനമായ 180 പാലങ്ങളും ഇവിടെയുണ്ട്. നെതർലൻഡ്സിൻ്റെ വടക്കുകിഴക്കൻ ഭാഗത്ത് ആംസ്റ്റർഡാമിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള ഓവർഇസൽ പ്രവിശ്യയിലെ ഒരു ഗ്രാമമാണ് ഗീഥോൺ. 180ലധികം പാലങ്ങളാൽ ബന്ധിപ്പിച്ച് കനാലുകളുടെ മനോഹരമായ ഒരു ശൃംഖല ഇവിടെയുണ്ട്. ഇത് വേനൽക്കാലത്ത് പച്ചപ്പ് നിറഞ്ഞതും ശൈത്യകാലത്ത് മഞ്ഞുമൂടിയതുമാണ്. കനാലുകളോരത്തുള്ള 18-ാം നൂറ്റാണ്ടിലെയും 19-ാം നൂറ്റാണ്ടിലെയും പുല്ലുമേഞ്ഞ വീടുകൾ അതിമനോഹരമായ കാഴ്ചയാണ്. മനോഹരമായി സംരക്ഷിക്കപ്പെടുന്ന പുല്ലുമേഞ്ഞ മേൽക്കൂരകളുള്ള ഓരോ വീടും സസ്യങ്ങൾ നിറഞ്ഞ പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട് വെള്ളത്തിൽ നിന്ന് നേരിട്ട് ഉയർന്നുവരുന്നതായി തോന്നുന്നു. ഇത് സമാധാനപരമായ ഒരിടമാണ്. ആധുനിക ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നുള്ള ഒരു അഭയസ്ഥാനം. ഗ്രാമത്തിലെ ഗതാഗതം പരമ്പരാഗതമായി ബോട്ടുകൾ വഴിയാണ് നടക്കുന്നത്. ഇത് നെതർലൻഡ്സിൻ്റെ വെനീസ് എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. തണ്ണീർത്തടങ്ങളിൽ സസ്യങ്ങൾ ജീർണിച്ചുണ്ടായ ജൈവവസ്തുക്കളായ പീറ്റ് കുഴിച്ചാണ് ഗ്രാമത്തിൻ്റെ തനതായ ഭൂപ്രകൃതി രൂപം കൊണ്ടത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പീറ്റ് കൊണ്ടുപോകാൻ വേണ്ടി ഗീഥോണിലെ കനാലുകൾ കുഴിച്ചു. പീറ്റ് കുഴിച്ചതിലൂടെ കനാലുകളും ഉണ്ടായി. സന്ദർശകർക്ക് ഇലക്ട്രിക് ബോട്ടുകൾ വാടകയ്ക്കെടുത്ത് ഗീഥോൺ പര്യവേക്ഷണം ചെയ്യാം. കനാൽ യാത്രകൾ നടത്താം. അല്ലെങ്കിൽ വെള്ളത്തിനരികിലൂടെയുള്ള ഇടുങ്ങിയ പാതകളിലൂടെ നടക്കുകയോ സൈക്കിൾ ഓടിക്കുകയോ ചെയ്യാം. ശാന്തമായ അന്തരീക്ഷവും അത്ഭുതലോകം പോലെയുള്ള പ്രകൃതി ദൃശ്യങ്ങളും കാരണം ഇത് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. പ്രതിവർഷം 1 ദശലക്ഷത്തിലധികം സന്ദർശകരെ ആകർഷിക്കുന്നു. പ്രാദേശികവാസികളുടെ പഴയ ജീവിതരീതി സംരക്ഷിക്കുന്ന ഒരു മ്യൂസിയം ഇവിടെയുണ്ട്. ഓൾഡ് മാറ്റ് യൂസ് മ്യൂസിയം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സാധാരണ ഫാം ഹൗസാണ്. മ്യൂസിയത്തിലെ ജീവനക്കാർ വേഷം ധരിച്ച അഭിനേതാക്കളാണ്. ഗീഥോണിലെ ആളുകൾ പുരാതന കാലത്ത് പീറ്റ് വെട്ടിയെടുത്തതും ബോട്ടുകൾ ഉണ്ടാക്കിയിരുന്നതും അവർ നിങ്ങളെ കാണിച്ചു തരും. ഗ്രാമത്തിൽ കാറുകൾക്ക് അനുവാദമില്ല, പക്ഷേ ചുറ്റളവിൽ റോഡുകളും പാർക്കിംഗ് സ്ഥലങ്ങളുമുണ്ട്. റോഡുകൾ നിങ്ങളെ സൗജന്യമായി പാർക്ക് ചെയ്യാൻ കഴിയുന്നിടത്തേക്ക് കൊണ്ടുപോകും. തുടർന്ന് കാൽനടയായി നിങ്ങളുടെ അത്ഭുതകരമായ ഗീഥോൺ അനുഭവം ആരംഭിക്കും. ഗ്രാമത്തിലെ ഏറ്റവും ജനപ്രിയമായ പാത അതിൻ്റെ പ്രധാന നടപ്പാതയാണ്. അത് നടപ്പാതയിലൂടെയോ കനാലിലൂടെയോ മാത്രമേ ലഭ്യമാകൂ. ഇത് നിങ്ങളെ കനാലുകളിലെ കഫേകളിലേക്കും കടകളിലേക്കും റെസ്റ്റോറൻറ്റുകളിലേക്കും കൊണ്ടുപോകും. അവിടെയെത്താൻ നിങ്ങൾക്ക് തീർച്ചയായും ഒരു കാർ ആവശ്യമില്ല. മനോഹരമായ ഗ്രാമം ഇപ്പോൾ വളരെ പ്രചാരമുള്ളതിനാൽ തിരക്കുള്ള ദിവസങ്ങളിൽ ടൂർ ഗ്രൂപ്പുകളും സന്ദർശകരും ഇവിടെ എത്തുന്നു. ഗീഥോൺ ശാന്തവും സമാധാനപരവുമാണെങ്കിലും വിസ്പർ ബോട്ടുകൾ പരീക്ഷിക്കാൻ ക്യൂ നിൽക്കുന്ന ആവേശഭരിതരായ വിനോദസഞ്ചാരികളുടെ കൂട്ടം സാധാരണയായി സമാധാനം തടസ്സപ്പെടുത്തുന്നു. ഗീഥോൺ നെതർലൻഡ്സിൻ്റെ വെനീസ് എന്ന് അറിയപ്പെടുന്നു. വെനീസിനെ പോലെ കനാലുകൾ മനോഹരമായ കനാലുകളാണ്, പക്ഷേ ആളുകൾ നിറഞ്ഞിരിക്കുന്നു. പല വിനോദസഞ്ചാരികൾക്കും അവരുടെ ചെറിയ ബോട്ടുകൾ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിയില്ല. അതിനാൽ അവർ കനാലുകളുടെ അരികുകളിൽ ഇടിക്കുന്നു. ഗീഥോൺ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്, എന്നാൽ ഇത് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഗ്രാമത്തിലെ ഏകദേശം 2500 നിവാസികൾക്ക് അവരുടെ ചെറിയ മധ്യകാല സമൂഹ ജീവിതം ഇഷ്ടമാണ്. അവിടെ വീടുകളും പൂന്തോട്ടങ്ങളും താമസക്കാർക്ക് സ്വകാര്യമായി സ്വന്തമായുണ്ട്. പുല്ലുമേഞ്ഞ വീടുകളും മനോഹരമായ കൃഷിയിടങ്ങളും സ്വപ്നം കാണുന്ന പൂന്തോട്ടങ്ങളും വളരെ ഭംഗിയുള്ളതാണ്. സന്ദർശകരെ പൂന്തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും നടന്ന് പൂക്കൾ പറിക്കാൻ അനുവദിക്കില്ല. വർഷത്തിലെ ഏത് സമയത്തും ഗ്രാമം സന്ദർശിക്കുന്നത് രസകരമാണ്, പ്രത്യേകിച്ചും ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ. എന്നാൽ ഗീഥോണിലെ ശൈത്യകാലത്തിന് അതിൻ്റേതായ ഒരു പ്രത്യേക ആകർഷണമുണ്ട്. മഞ്ഞ് വീഴാൻ തുടങ്ങുമ്പോൾ ഈ സ്ഥലം കൂടുതൽ മനോഹരമാകും. പൂന്തോട്ടങ്ങളും കൃഷിയിടങ്ങളും മേൽക്കൂരകളും വെളുത്ത മഞ്ഞുമൂടിയ പുതപ്പായി മൂടുന്നു. മരങ്ങൾ തിളങ്ങുന്ന മഞ്ഞുകണങ്ങളായി കാണപ്പെടുന്നു. ഇത് മരവിച്ച ഒരു ലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നത് പോലെയാണ്. തണുപ്പുകാലത്ത് തണുത്തുറഞ്ഞ തടാകത്തിൽ മനോഹരമായി സ്കേറ്റ് ചെയ്ത ശേഷം ചൂടുള്ള ചോക്ലേറ്റും വിപ്ഡ് ക്രീമോ അല്ലെങ്കിൽ ഏതെങ്കിലും കഫേകളിൽ നിന്ന് ഒരു റെഡ് വൈനോ കഴിക്കുന്നത് വളരെ നല്ല അനുഭവം നൽകും. ഈ തോണിനും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും അവരുടേതായ ക്രിസ്മസ് ഫാദർ ഉണ്ട്, സാന്താക്ലോസ്. അവർ അദ്ദേഹത്തെ സിൻഡർക്ലാസ് അല്ലെങ്കിൽ സെയിൻറ്റ് നിക്കോളാസ് എന്ന് വിളിക്കുന്നു. കുട്ടികൾക്ക് ചോക്ലേറ്റുകളും
മധുര പലഹാരങ്ങളും നട്ട്സ് ചേർത്ത ബദാം മിഠായികളും നൽകാനായി ഡിസംബർ 5-ാം തീയതി അദ്ദേഹം വരുന്നു. ജലാശയത്തിനടുത്തുള്ള റെസ്റ്റോറന്റുകളിൽ ഒരിടത്ത് പോയി നല്ല ഭക്ഷണം കഴിക്കുന്നതും അവിടുത്തെ തനതായ വിഭവങ്ങൾ ആസ്വദിക്കുന്നതും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. റിച്ച് പാൻകേക്ക്, ഫ്രഷ് ഹെറിംഗ് എന്നിവ വിനോദസഞ്ചാരികളുടെ ഇഷ്ടവിഭവങ്ങളാണ്. ഗ്രാമത്തിനപ്പുറം ഗീധോൺ ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള തടാകങ്ങൾ, ഞാങ്ങണകൾ, സൈക്കിൾ പാതകൾ എന്നിവയുടെ അതിമനോഹരമായ പ്രകൃതി ദൃശ്യമായ ദേശീയോദ്യാനമായ വീരിബെൻവീഡൻ നമുക്ക് പര്യവേക്ഷണം ചെയ്യാം. വടക്കുപടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും വലിയ തുടർച്ചയായ ചതുപ്പുനില പ്രദേശമായി അറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് വീരിബെൻവീഡൻ. ഏകദേശം 100 മുതൽ 120 ചതുരശ്ര കിലോമീറ്റർ വരെ ഇതിന് വിസ്തൃതിയുണ്ട്. വീരിബെൻവീഡൻ പര്യവേക്ഷണം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതാണ്. വിസ്തൃതമായ ജലപാതകളിലൂടെ സഞ്ചരിക്കാൻ വിസ്പർ ബോട്ടുകൾ, സ്ലൂപ്പുകൾ അല്ലെങ്കിൽ കനോകൾ വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. നെതർലൻഡ്സിലെ ഒരു ചെറിയ ഗ്രാമമായ ഗീധോണിൻ മൊണോപൊളി ബോർഡ് ഗെയിമിന്റെ ആഗോള പ്രതിഭാസവുമായി എങ്ങനെ ബന്ധമുണ്ടെന്നുള്ളത് അത്ഭുതകരമാണ്. ഗീധോൺ ഒരു പ്രത്യേക മൊണോപൊളി വേൾഡ് എഡിഷൻ ബോർഡ് ഗെയിമിലാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഗെയിമിന്റെ 80-ാം വാർഷികം ആഘോഷിക്കുന്നതിനായി 2015 ആണ് ഇത് സംഭവിച്ചത്. താരതമ്യേന ചെറിയ ഗ്രാമമായ ഗീധോൺ എങ്ങനെയാണ് ആംസ്റ്റർഡാം, ന്യൂയോർക്ക്, സിഡ്നി തുടങ്ങിയ ലോകപ്രശസ്ത നഗരങ്ങൾക്കിടയിൽ സ്ഥാനം നേടിയതെന്നതാണ് ഇതിലെ പ്രധാന ആകർഷണം. ഗീധോണിനെ ഉൾപ്പെടുത്തിയത് ഒരു വിജയകരമായ ഓൺലൈൻ വോട്ടിംഗ് കാമ്പയിനിന്റെ ഫലമായിരുന്നു. പുതിയ പതിപ്പിൽ ഉൾപ്പെടുത്താനായി ലോകമെമ്പാടുമുള്ള കളിക്കാരെ അവരുടെ ഇഷ്ട നഗരങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ക്ഷണിച്ചു. ഗീധോണിന്റെ പ്രാദേശിക സംരംഭകരും താമസക്കാരും ചേർന്ന് നടത്തിയ പ്രചാരണം അവരുടെ ഗ്രാമത്തെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. ഗീധോണിന്റെ ഇന്റർനെറ്റ് കണക്റ്റഡ് താമസക്കാരിൽ ഗണ്യമായ ശതമാനം ആളുകൾ അവരുടെ ഗ്രാമം തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ ദിവസത്തിൽ പലതവണ വോട്ട് ചെയ്തുവെന്ന് റിപ്പോർട്ടുണ്ട്.
വീഡിയോ കണ്ടതിനു വളരെ നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.